സാംസ്കാരിക നിലയങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി മാത്രം തുറന്നുകൊടുക്കുന്ന കേന്ദ്രങ്ങൾ ആകാതെ നാടിന് ഗുണം ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കുമിടയിലും അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി പറഞ്ഞു. സംസ്കാര GCC പുന്നേർകുളത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച VP മാമു സ്മാരക ഭവൻ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ അത് തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി മാത്രം തുറന്നു വെക്കുകയും മറ്റുള്ളവർ വന്നാൽ ഈ സാംസ്കാരിക നിലയത്തിന്റെ മാതിരികൾ അവർക്ക് നേരെ വലിച്ചടക്കുകയും ചെയ്യുകയല്ല. ഈ സാംസ്കാരിക നിലയം നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അത് വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും. ചരിത്രബോധമുണ്ടായാൽ മാത്രമാണ് രാഷ്ട്രീയ കാര്യങ്ങളിലും ഭാവിക്ക് വേണ്ടിയും പൊരുതാൻ കഴിയൂ എന്നും ചരിത്രത്തെ വളച്ചൊടിക്കാതെ വക്രതയില്ലാത്ത രീതിയിൽ പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നാം തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമർപ്പണ ചടങ്ങിനു ശേഷം മുക്കണ്ടത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചു നടന്ന പരിപാടിയിൽ സംസ്കാര GCC പ്രസിഡന്റ് അഷ്റഫ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൾ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, പൊന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ V അപ്പു മാസ്റ്റർ, AD ധനീബ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ ലീനസ്, സംസ്കാര GCC സ്ഥാപക പ്രസിഡന്റ് VP ലത്തീഫ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സംസ്കാര GCC ട്രഷറർ V ഷഹീൽ സ്വാഗതവും ട്രഷറർ UK അഷ്റഫ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗസൽ ഗായകൻ അലോഷി നയിച്ച ഗസൽ സന്ധ്യയും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ സംസ്കാര GCC ഓഫീസ് സെക്രട്ടറി മൂസക്കുട്ടി AEO, സംഘടക സമിതി ചെയർമാൻ നസീർ പുന്നൂക്കാവ്, കോർഡിനേറ്റർ രഘുനാഥ് മപാല, അമീർ കരിയത്തിൽ, V താജുദ്ദീൻ, വിപിൻ ചറായി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പൊന്നയൂർകുളം AEO പരിസരത്ത് 3.25 സെന്റ് സ്ഥലത്ത് 50 ലക്ഷം രൂപ ചെലവഴിച്ച് 1450 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് മനോഹരമായ സ്മാരക കേന്ദ്രം പണിതുയർത്തിയത്. UAE, കുവൈത്ത്, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, മലേഷ്യ എന്നിവിടങ്ങളിലുള്ള 157 അംഗങ്ങളുള്ള വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് സമാഹരണം നടത്തി മനോഹരമായ മാമു സ്മാരക ഭവൻ നിർമ്മാണം പൂർത്തിയാക്കിയത്.